നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കരുതലും കരുണയുമുള്ള അധികാരികൾ, അതുതന്നെയാണ് ബുർജ് ഖലീഫ പോലെ ലോകമെമ്പാടും UAE പേര് മുഴങ്ങിയതും. കാലാകാലങ്ങളായി കാത്തുവരുന്ന പലതും അവർ കൈവിടില്ല. കൊറോണ വ്യാപനത്തിലെ ആദ്യഘട്ടങ്ങളിൽ പോലും പ്രവാസികളെ നെഞ്ചോട് ചേർത്ത ഏക രാജ്യം പതറാതെ മുന്നോട്ട് തന്നെ നടന്നു. ഇന്നിതാ ലോകം മുഴുവനും ഉറ്റുനോക്കുകയാണ് അവർ വിജയത്തിലേക്ക്. അൽഹംദുലില്ലാഹ്. COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ശേഷം കൂടുതൽ പബ്ലിക് പാർക്കുകളും ബീച്ചുകളും തുറക്കാനൊരുങ്ങുകയാണ് UAE. കൊറോണ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ആശ്വാസ ദിനങ്ങളിലൂടെയാണ് UAE കടന്നു പോകുന്നത്. അബുദാബി മീഡിയ ഓഫീസ് വ്യാഴാഴ്ചയാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത്. രാജ്യത്തിൽ സ്ഥാനമായ അബുദാബിയിലും അൽ ഐൻ, അൽ ദഫ്ര മേഖലകളിലും കൂടുതൽ പബ്ലിക് പാർക്കുകളും ബീച്ചുകളും തുറക്കുമെന്ന് അബുദാബി ഗതാഗത വിഭാഗം അറിയിച്ചതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പരമാവധി 40% ആളുകൾക്കാണ് പ്രവേശനം ഉണ്ടാകുക. ഇതിനു മുന്നോടിയായി അണുനശീകരണ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുകയും ചെയ്യും. ഒരു സംഘത്തിൽ 4 പേർ വരെ അനുവദനീയമാണ്. അങ്ങനെ പ്രവേശന കവാടത്തിൽ ശരീരോഷ്മാവ് പരിശോധിച്ച ശേഷമാകും ഇവരെ കടത്തിവിടുക. എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. 30% ആളുകളെ ഉൾക്കൊള്ളിച്ച് ഭക്ഷ്യവിതരണശാലകൾക്കും പ്രവർത്തിക്കാം. ഒരു മേശയിൽ 4 പേർക്ക് വരെ ഇരിക്കാം. കുറഞ്ഞത് 2.5 മീറ്ററെങ്കിലും അകലം പാലിച്ച് വേണം മേശകൾ ക്രമീകരിക്കാൻ. ഇതിനോട് ചേർന്നുള്ള കളിസ്ഥലങ്ങൾ തുറക്കരുത്. പാർക്കിംഗ് സൗകര്യം 50% പരിമിതപ്പെടുത്തണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് കൂടുതൽ പാർക്കുകളും ബീച്ചുകളും തുറക്കുന്നതിന്റെ ഭാഗമായി അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം UAE-യിൽ കോവിഡ് മുക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വ്യാഴാഴ്ച 994 പേർ രോഗമുക്തരായി. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 47,412 ഉയർന്നു. വ്യാഴാഴ്ച UAE-യിൽ കോവിഡ് ബാധിച്ച് ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വളരെ വലിയ ആശ്വാസം പങ്കുവയ്ക്കുകയാണ്. 335 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് UAE-ൽ മരിച്ചത്. 281 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് പോലും. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 56,129 ഉയർന്നു. 48,000 പരിശോധനകൾ അധികമായും നടത്തി. അതോടൊപ്പം തന്നെ അബുദാബിയിലെ എല്ലാ ആശുപത്രികളും ഏറെക്കുറെ കോവിഡ് രോഗികൾ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.